ബന്ധപ്പെട്ട KSUവിന്റെ മുഴുവൻ ആശങ്കകളും കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഞങ്ങൾ അറിയിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ആശങ്കകൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പറയുമെന്നാണ് അന്നും പറഞ്ഞിരുന്നത്. അദ്ദേഹവും ഈ മന്ത്രിസഭയിലെ മുഴുവൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട മുഴുവൻ മന്ത്രിമാരും KSUവിലൂടെ കടന്നു വന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും KSUക്കാരുടെ വൈകാരികത എല്ലാം അവരിൽ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് തന്നെയാണ്, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരിക്കൽ KSU ആയിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് അവർ KSU ആണ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ സർക്കാരിൻ്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്കുള്ള ബോധ്യങ്ങൾ, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ അറിവുകൾ മുഴുവൻ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത് സർക്കാരാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ അറിയിക്കും. ഇതിന്റെ തീരുമാനമെടുക്കേണ്ടത്, ഇതിന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് സർക്കാരാണ്. പിന്നെ സ്വാഭാവികമായും ഈ വിഷയത്തിന്റെ മെറിറ്റുകളെ പറ്റിയല്ല, ഈ കഴിഞ്ഞ 4-5 ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഈ വിഷയത്തിന്റെ മെറിറ്റുകളെ പറ്റിയല്ല ചർച്ചകൾ ഉണ്ടായതെന്നൊരു പ്രയാസം നമുക്കുണ്ട്. കാരണം ഞങ്ങളവിടെ ഉന്നയിച്ച ഒരു വിഷയത്തിന്റെ ഒരു മെറിറ്റും ഡിമെറിറ്റും അവിടെ നിൽക്കുന്നുണ്ട്. അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന പല ചർച്ചകളും എന്ന് പറയുന്നത് ഇതിനെല്ലാം കോൺഗ്രസിന്റെ എന്തോ ഇന്നർ പൊളിറ്റിക്സുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധം കേരളത്തിന്റെ സർക്കാരിനെതിരെ KSU ഉന്നയിക്കുന്നു എന്ന തരത്തിലേക്ക്, അത്തരത്തിലേക്കൊന്നും പോകേണ്ട യാതൊരു സാഹചര്യവും ഇതിൽ നിലവിലില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങളെല്ലാവരും കൂടി സമരം ചെയ്ത, ചോരയും നീരും വിയർപ്പും ഒഴുക്കിയത് കൊണ്ടും കൂടിയാണ് ഈ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ കയറിയത്. അപ്പോൾ ഇത് ഞങ്ങളുടെ കൂടി സർക്കാരാണെന്നാണ് മുഴുവൻ മാധ്യമങ്ങളുടെ മുൻപേയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ സർക്കാരിനെ ദുർബലപ്പെടുത്തുക എന്ന തരത്തിലേക്ക് പല രീതിയിലേക്കുമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണങ്ങളെല്ലാം മുഖമില്ലാത്ത കുറെ ആക്ഷേപങ്ങളാണ്. ഞങ്ങൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ സർക്കാരാണ്, ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഒരു KSUക്കാരാണ്, KSUവിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്, മുഴുവൻ മന്ത്രിമാരും KSUവിലൂടെ കടന്നു വന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും സർക്കാരിന് മുൻപിലുണ്ട്. ഞങ്ങളുടെ ആശങ്കകളും പ്രയാസങ്ങളും ഞങ്ങൾ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണല്ലോ. സർക്കാർ ഏത് തരത്തിലേക്കുള്ള തീരുമാനമാണ് എടുക്കുന്നത് എന്ന് നമുക്ക് അത് ഫോർകാസ്റ്റ് ചെയ്ത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അല്ല, സ്വാഭാവികമായിട്ടും ഇതിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവര് അതിൽ ഉചിതമായി KSUവിന്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പിന്നെ ഇന്നതാകും എന്ന് കരുതിക്കൊണ്ട് അതിനൊരു മറുപടി നമ്മളിപ്പോ പറയുന്നതിൽ പ്രസക്തിയില്ലല്ലോ. തൃപ്തിയില്ല എന്ന് ഞാൻ പറഞ്ഞോ? എന്റെ വരികൾക്കിടയിൽ എവിടെയെങ്കിലും തൃപ്തിയില്ല എന്ന് പറഞ്ഞോ? ഞങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ക്ഷമാപൂർവം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേട്ടു. അത് കേൾക്കുക അദ്ദേഹത്തിന് സ്വാഭാവികമായും, അദ്ദേഹത്തിന്റെ ഒരു KSUക്കാരൻ എന്നുള്ളൊരു സ്പിരിറ്റ് കൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും അദ്ദേഹം ക്ഷമാപൂർവ്വം ഞങ്ങളുടെ പ്രയാസങ്ങളെയും എല്ലാം അദ്ദേഹം കേട്ടത്. അപ്പോൾ ഇതിൽ ബാക്കി തീരുമാനങ്ങൾ, ബാക്കി എന്താണ് അതിന്റെ സർക്കാർ പറഞ്ഞ നിങ്ങൾ ഈ വരികൾക്കിടയിലൂടെ എല്ലാം വായിച്ചുകൊണ്ട് KSU ഒരു പ്രതിപക്ഷ ലൈനിലേക്ക്, അല്ലെങ്കിൽ സർക്കാരിനെതിരെ KSU തുറന്ന പോരാട്ടത്തിന്, അത്തരത്തിലേക്കുള്ള ടാഗ് ലൈനിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. ഈ സർക്കാരിന് വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളല്ലേ ഞങ്ങള്. അല്ല, ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കുമ്പോൾ എന്താ തൃപ്തിക്കുറവുണ്ടാവേണ്ട കാര്യം? എന്താ തൃപ്തിക്കുറവുണ്ടാവണ്ട? അല്ല, ക്രിസ്റ്റൽ ക്ലിയർ ഉത്തരം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരാണ് അതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഇന്നതാകും തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിലൊരു മറുപടി തരുന്നത് ഉചിതമല്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പാർട്ടിയെ കൂടി എന്ത് ചെയ്യുന്നു, ഇതിന്റെ വിഷയങ്ങളെല്ലാം പാർട്ടിയുടെയും കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയും ഈ വിഷയങ്ങളിലെല്ലാം ഇടപെടലുകളും സംസാരങ്ങളും ഡയലോഗ്സും എല്ലാം നടത്തി വരികയാണ്. അപ്പോൾ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നതായിരിക്കും അല്ലെങ്കിൽ ഇന്ന രീതിയിലേക്ക് ഞങ്ങൾ പോകും എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ഇത് പാർട്ടിയുടെ ശ്രദ്ധയിലുള്ള ഒരു വിഷയമാണ്, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലുള്ള ഒരു വിഷയമാണ്. ഞങ്ങളുടെ ഇതെല്ലാവരുടെയും പരാതി അല്ലെങ്കിൽ പരിഭവം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങളിത് പറഞ്ഞില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അത് കേൾക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല എന്നാണല്ലോ.